മാതൃകാപാടത്ത് പുതുമയുള്ള കൃഷിയുമായി പുല്ലൂർപിരിയ ഗ്രാമപഞ്ചായത്തിലെ കായക്കുളത്തെ അമ്മ ജെയിൽ കൂട്ടായ്മ 2 ഏക്കർ സ്ഥലത്തെ മുരിങ്ങ കൃഷിക്ക് പിന്നാലെയാണ് ഇവർ ഷമാം, തണ്ണിമത്തൻ എന്നിവ കൂടി കൃഷി ചെയ്യുന്നത്. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷന്റെയും പുല്ലൂർപിരിയ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ CDSന്റെയും മാർഗനിർദ്ദേശങ്ങളും സഹായവും പ്രയോജനപ്പെടുത്തിയാണ് 17ാം വാർഡ് പ്രദേശമായ കായക്കുളത്തെ അമ്മ ജെയിൽ പുതുമയാർന്ന കൃഷിയിലേക്കും ചുവടുവെച്ചിരിക്കുന്നത്. ജില്ലയിൽ വളരെ വിരളമായ ഷമാമാണ് ഇതിൽ പ്രധാനം. 10 സെന്റ് സ്ഥലത്ത് ഇതിന്റെ 1000 തൈകളാണ് നട്ടുവളർത്തുന്നത്. വെള്ളരി ഇനത്തിൽപ്പെട്ട ഷമാം 45 ദിവസം കൊണ്ട് ഫലം ലഭ്യമാക്കുന്ന വിളവാണ്. ജൈവികവും ശാസ്ത്രീയവുമായ പരിപാലനത്തിലൂടെ തരക്കേടില്ലാത്ത വിധം അത് നേടിയെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇവരുടെ വിശ്വാസം. ജൈവിക നഴ്സറിയിൽ തൈ ഉണ്ടാക്കി അത് വിൽപ്പന നടത്തിയിട്ടുണ്ട്. ഒന്നാമത് മടിക്കൈ പഞ്ചായത്ത്, അതേപോലെ പുല്ലൂർപെരിയ പഞ്ചായത്ത്, പിന്നെ നാട്ടിലുള്ള പല ആൾക്കാരും ഇത് കണ്ട് വാങ്ങാൻ വന്നിട്ടുണ്ട്. അവർക്കും തൈ കൊടുത്തിട്ടുണ്ട്. തൈ ഉണ്ടാക്കി വിൽക്കുന്നതിൽ നല്ല ലാഭം ഉണ്ടാക്കാൻ ജൈവിക നഴ്സറിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത മഴക്കാലമാകുമ്പോൾ മുരിങ്ങ തൈ, ചെണ്ടുമല്ലി തൈ, അതേപോലെ പച്ചക്കറിയിലെ പലതരം തൈകൾ ഉണ്ടാക്കാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആവശ്യക്കാരേറി വരുന്നതിനനുസരിച്ച് പലതരം തൈകളും ഉണ്ടാക്കി വിൽപ്പന ചെയ്യാൻ ഉദ്ദേശമുണ്ട്. 2 ഏക്കർ സ്ഥലത്തെ തണ്ണിമത്തനാണ് മറ്റൊരു കൃഷി. ഓറഞ്ച്, മഞ്ഞ, നാടൻ തുടങ്ങിയ ഇനങ്ങളുമായി ഇത് തുടർച്ചയായ 4ാമത്തെ വർഷമാണ് ഇവർ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നത്. കൂടാതെ കാട് മൂടിക്കിടന്നിരുന്ന 2 ഏക്കർ പറമ്പ് പാകപ്പെടുത്തിയെടുത്ത് നേരത്തെ കൃഷിയിറക്കിയ 750 മുരിങ്ങച്ചെടികൾ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. കൂട്ടായ്മയിലെ അംഗങ്ങളായ PV ലക്ഷ്മി, K സാവിത്രി, K ശാലിനി, K ഭാരതി എന്നിവരാണ് കൃഷിയുടെ സാരഥികൾ. 2ാം ഘട്ട കൃഷിയുടെ വിത്തിറക്കൽ കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ CH ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ് കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് നടപ്പിലാക്കുന്ന കാർഷിക മേഖലയിലെ നൂതന കൃഷി രീതിയിൽ വളരെയധികം സഹകരിക്കുന്ന മാസ്റ്റർ ഫാമറാണ് നമ്മുടെ സാവിത്രിയേച്ചി. അപ്പോൾ അവർ ഈ പ്രാവശ്യം 2 ഏക്കർ സ്ഥലത്താണ് മുരിങ്ങ കൃഷി ചെയ്യുന്നത്. അതുപോലെ തന്നെ 2 ഏക്കർ സ്ഥലത്ത് തണ്ണിമത്തൻ കൃഷിയും ചെയ്യുന്നുണ്ട്. നൂതനമായ കാർഷിക രീതി അവലംബിക്കുന്നതോടൊപ്പം തന്നെ വളരെയധികം കാർഷിക മേഖലയോട് കാണിക്കുന്ന താല്പര്യം ആണ് സാവിത്രിയേച്ചിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഈ വർഷവും നല്ല വിളവ് കിട്ടട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങ കൃഷിയിൽ വലിയൊരു മാറ്റം സാവിത്രിയേച്ചിക്ക് ഉണ്ടാകാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചടങ്ങിൽ പഞ്ചായത്ത് CDS ചെയർപേഴ്സൺ VV സുനിത അധ്യക്ഷയായി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിദ്ധു പത്മനാഭൻ, ഗ്രാമപഞ്ചായത്ത് അംഗം K ലീല എന്നിവർ സംസാരിച്ചു. CDS അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവരും കൃഷിയാരംഭത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിയ.